നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ദിവസമായി നമ്മുടെ മണവാളൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനെ ആക്ച്വലി കാണുന്നത് ഈ ഒരു കേസിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഒരു 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ട് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ശക്തമായി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ നിന്നും അതേപോലെ തന്നെ ജയിലിൻ്റെ മുൻവശത്തൊക്കെ നിന്നിട്ട് കുറച്ച് റീലൊക്കെ ആളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടിയൊക്കെ വളർത്തി കുറച്ച് ഒരു വികൃതമായ രീതിയിലൊക്കെ നിന്നിട്ട് ഒരു റീലൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആൾ കുറച്ച് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും ഒരു സ്റ്റേഷനിലൊക്കെ പോയിട്ടൊക്കെ വന്ന് അതിനെ അങ്ങ് ട്രെൻഡിങ് ആക്കാന്നൊക്കെ വിചാരിച്ച് പോയതാണെന്ന് തോന്നുന്നു. പക്ഷെ ആൾ വിചാരിച്ചതൊന്ന്, പക്ഷെ നടന്നത് വേറെ ഒന്നായിപ്പോയി. ആള് വിചാരിച്ച പോലെ ഒന്നുമല്ല. പോലീസുകാർ പിടിച്ച ഊക്കി വിട്ടെന്നുള്ളത് സത്യം. പോലീസുകാർ പിടിച്ച് അവനെ മുടിയും വെട്ടി. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിതിൽ ആഡ് ചെയ്യാം. ശക്തമായി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഊളച്ചറക്കൻ്റെ ഒരു വീഡിയോ ആണ്. ഇനി ജയിലിന് മുന്നിലും റീൽസ് ചിത്രീകരണവുമായി മണവാളൻ യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷഹീൻ ഷാ. വിദ്യാർത്ഥികളെ കാറ് പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായ ഇയാളെ ജയിലിന് മുന്നിൽ എത്തിച്ചപ്പോഴായിരുന്നു സുഹൃത്തുക്കളെ കൊണ്ട് റീൽസ് ചിത്രീകരിച്ചത്. എല്ലാം ഒരു പ്രഹസനവും പ്രകടനവും ഒക്കെ ആകുന്നു എന്നാണ് ഗോകുൽ VS വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഗോകുൽ, ഇയാളുടെ ആകെ മൊത്തം ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനിടയിലാണ് അപ്പോഴും റീൽസ് ചിത്രീകരണം. ഇത് ആദ്യത്തെ സംഭവമല്ല കേരളത്തിൽ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്ന് വന്നൊരു അപ്ഡേറ്റ് ആണ് ഈ പറയുന്ന ഇവന്റെ, അതായത് മണവാളൻ എന്ന് പറയുന്ന യൂട്യൂബറിന്റെ മുടി വെട്ടിയതിന് ശേഷം മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന്. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചു. ജയിൽ ചട്ടം പാലിച്ച് മുടി മുറിച്ചു എന്നാണ് വിശദീകരണം. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ പൂര ദിവസം വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് മണവാളിനെ അറസ്റ്റ് ചെയ്ത്. അഞ്ജുരാജാണ് ചേരുന്നത്. അഞ്ജുരാജ്, ഈ ജയിലിനകത്തേക്ക് കയറ്റും മുമ്പ് വരെ റീൽസ് ഒക്കെ എടുത്ത് വലിയ ഹിറ്റാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും എന്താണ് വാർത്തകളിൽ നിറയുന്നത്? ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജയിലിൽ വെച്ച് മണവാളന്റെ മുടി എന്തായാലും ജയിൽ അധികൃതർ മുറിച്ചിരുന്നു. അങ്ങനെ മുടി മുറിച്ചതിന് ശേഷം ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുടർന്നാണ് തൃശ്ശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ചികിത്സയിലിരിക്കുകയാണ്. പയ്യനിപ്പോൾ അവിടുത്തെ ചികിത്സയിലാണ് കേട്ടോ. മണവാളൻ ആ സിനിമയിലെ മണവാളനെ പോലെയൊക്കെയാണ് ഏകദേശം. ഇപ്പം അളിയൻ ഒരു ട്രെൻഡിങ് ആവാൻ, ഇപ്പോൾ ഒരു എന്താ പറയുക, റോക്കി ബായ് ആവാൻ പോയിട്ട് ഇപ്പോൾ ഒരു മാനസിക രോഗിയായിട്ട് തിരിച്ചു വരുന്ന അവസ്ഥ. മറ്റുള്ളവരുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. പക്ഷേ ഇവന്റെ ഈ പ്രവർത്തികളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. ശക്തമായി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞത് വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലൊക്കെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഒരു കേസോട് കൂടി എന്തായാലും ട്രെൻഡിങ് ആയിട്ടുണ്ട്. ആള് കുറച്ച് റീച്ച് ആയിട്ടുണ്ട്. മാനസിക രോഗി എന്നുള്ള രീതിയിലേക്ക് ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കേസിൽ പെട്ടിപ്പം റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആളുകളൊക്കെ ഈ യൂട്യൂബറൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി കുറേ നാളാകുമ്പോൾ ഓൾറെഡി ഉള്ള റീച്ചൊക്കെ കുറയും. ഈ സഞ്ജു ടെക്കി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ചെയ്ത പോലെ ഈ ചെറിയ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശ്രദ്ധ ആകർഷിച്ച് പറ്റാൻ, അതും മീഡിയ ശ്രദ്ധ പോരാഞ്ഞിട്ട് പോലീസിനോട് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ചെയ്യും. ഈ മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഒരു സൈഡ് നല്ല ഊക്കലും കിട്ടും, മറ്റൊരു സൈഡ് അവർക്കൊരു റവന്യൂ കിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ മണവാളിന് പറ്റിയ പോലെ ആർക്കും പറ്റരുതെന്ന് ഞാൻ പറയുന്നത്. ഈ റവന്യൂ കിട്ടുന്നുണ്ടെങ്കിലും മണവാളിന് പറ്റിയ അവസ്ഥയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടേ പോകും. ഒരു മുടി വെട്ടിയപ്പോഴത്തേന് അവന്റെ മനസ്സിൽ വിചാരിക്കുന്ന അവനെ ഇനി ആർക്കും തിരിച്ചറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവനെ അറിയത്തില്ല. ഞാൻ വലിയൊരാളായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പം അവൻ മുടി വെട്ടിയ സമയത്ത് അവന്റെ മുടി വെട്ടിയതുകൊണ്ട് ആർക്കും ഇനി അവനെ മനസ്സിലാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് അവന് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും എന്തൊക്കെയോ വട്ടൊക്കെ കാണിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ന്യൂസിലൊക്കെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇനി എന്ന് തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. വരുന്ന സമയത്തെല്ലാം മാറി ആക്ടിവേറ്റൊക്കെ വന്നാൽ മതിയായിരുന്നു. പോലീസ് അതിന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജയിലിനുള്ളിൽ വികൃതമായിട്ടുള്ള വേഷത്തിലൊന്നും അവർ നിർത്തത്തില്ല. എല്ലാവർക്കും ഒരു ചട്ടക്കൂടിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അവരവിടുത്തെ പ്രതികളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, ഇവനൊരു പ്രതിയാണ്, അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണോ അവർ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഇവനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഇവൻ്റെ കൂട്ടുകാർക്ക് ഒരു വ്ളോഗറാണെന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് പോലീസുകാരതൊന്നും പരിഗണിക്കത്തൊന്നുമില്ല. അപ്പോൾ പോലീസുകാരെന്താ ചെയ്ത, പോലീസുകാരെ പിടിച്ചിട്ട് അവൻ്റെ പപ്പും തോലും അങ്ങ് പറിച്ച് കളഞ്ഞു. ഈ പപ്പും തോലും പറിച്ചപ്പോൾ ആളങ്ങ് പേടിച്ചു. അവനെ ഇനി ആർക്കും തിരിച്ചറിയത്തില്ലെന്നൊക്കെ പേടിച്ചിട്ട് വട്ടായി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം നിൽക്കുകയാണ്. ഇനിയും തിരിച്ചൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇനി എങ്ങനെ ആയി തീരുമെന്ന് അറിയത്തില്ല. ഇപ്പം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കണ്ടറിയാൻ ഇനി എന്താ സംഭവിക്കാന്നുള്ളത്.
അപ്പൊ ഇങ്ങനത്തെയൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്ന പൊട്ടന്മാര് എന്നാ എനിക്ക് പറയാം, ഒരു പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് ഇതുപോലൊക്കെ പണി മേടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ നല്ല പണി തരും മക്കളെ. പോലീസുകാർ ചുമ്മാതല്ല, പോലീസുകാർ അവന്മാരെ ചൊറിഞ്ഞ അവന്മാർ ഇരട്ടി പണി തരും. ഇപ്പൊ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തൊക്കെ പ്രഹസനമായിരുന്നു. ഞാൻ ന്യൂസ് കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ചിന്തിച്ചു, ഇപ്പൊ എന്ത് ഊളത്തരം അവിടെ കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, മീഡിയ കാണുമ്പോൾ അവൻ ഇങ്ങനെ കാണിക്കുന്നു, എന്തൊക്കെ കാണിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവനൊന്നും കാണിക്കാനില്ല. അവന്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു ചിന്തയില്ലാതായി, സ്ഥലകാലബോധം ഇല്ലാതായി പോയി. മണവാളൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പൊങ്കാല ഇടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ വന്നോ, ഞാൻ തിരിച്ചു നോക്കും. അത്രേ ഉള്ളൂ. ഇനി ഞാൻ വീഡിയോ ചെയ്യും. എന്തൊക്കെ അവസ്ഥകൾ, എന്തൊക്കെ അവസ്ഥാന്തരങ്ങളാണല്ലേ കാണേണ്ടത്. മണവാളൻ കമോണ്ടറാ മോനെ.